എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ കാണാൻ ചാൻസ് ഇല്ല. ഞാൻ നോക്കി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു സാധനം വെച്ച് പല പല കാര്യങ്ങൾ ആൾക്കാർ ചെയ്തിട്ടുണ്ട്, പല പല റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും വേറെ ഒന്നുമല്ല, ചക്ക. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ചക്ക. ചക്ക ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഇല്ലായിരിക്കും. ചക്ക വേവിച്ചത്, ചക്കയട എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ചക്ക പായസം, അങ്ങനെ ചക്കയും കൊണ്ട് നിരവധി ചക്ക അച്ചാർ, ചക്കക്കുരു പായസം, അങ്ങനെ ചക്കയും ചക്കക്കുരു ഒക്കെ ആയിട്ട് നിരവധി റെസിപ്പികൾ നിങ്ങൾ കണ്ടു കാണും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇന്നൊരു ചക്ക ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. അത് നല്ല വരിക്ക ചക്ക വെച്ചിട്ട്, ചക്കപ്പഴം വെച്ചിട്ട് ഒരു ഉപ്പുമാവ് തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ ഈ ചക്ക പുട്ടെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പക്ഷേ ചക്ക ഉപ്പുമാവ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എനിക്കറിയില്ല. എൻ്റെ ആ ഒരു ഇതിൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്തൊക്കെ നോക്കിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും അട്ടിപ്പൊളി ഒരു ചക്ക ഉപ്പുമാവായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മൾ വീട്ടമ്മമാരാകുമ്പോൾ പ്രത്യേകിച്ച് രാവിലെ എന്തൊക്കെ ടെൻഷനാണ്, മക്കളെ ഒരുക്കി വിടണം, അതിനിടയിൽ എന്നും ഒരേ കാപ്പി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു ചെറിയ ഇഷ്ടമൊക്കെയാണ് അത് കഴിക്കാനൊക്കെ. എന്നും ആകുമ്പോൾ കഴിക്കില്ലേ, നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്കും ഇഷ്ടമല്ലേ കഴിക്കാൻ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കാരണം ബോറായി പോകും. ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു ചക്ക ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന്. സിമ്പിളേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളാണ്, ആർക്കും ചെയ്യാൻ പറ്റും. ഇതെനിക്ക് എവിടെ നിന്നാണ് ഈ റെസിപ്പി കിട്ടിയതെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് ഞാനിങ്ങനെ രാവിലെ എണീക്കാൻ മടിയായിട്ട് കിടക്കുകയായിരുന്നു. എന്ത് കാപ്പി ഉണ്ടാക്കുമെന്ന് അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് കേട്ടോ. ഏതായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാൻ തുടങ്ങിയപ്പോൾ ഇത്രയ്ക്കും നന്നാകും എന്നൊന്നും വിചാരിച്ചല്ല കേട്ടോ. ഏതായാലും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏതായാലും ഞാനല്ല അത് പറയുന്നത്, അതെൻ്റെ ഹസ്ബൻഡാണ് പറയേണ്ടത്. കാരണം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാനല്ലേ ടേസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഹസ്ബൻഡിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഓക്കേ, വാ. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചക്കയുടെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ, ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇത് വരിക്കച്ചക്കയാണ് കേട്ടോ. ഒത്തിരി നല്ല കളറുള്ള വരിക്കച്ചക്കയല്ല, എന്നാലും നല്ല മധുരമുണ്ട്. കളർ കുറച്ച് കുറവായ വരിക്കച്ചക്കയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇന്ന് നമ്മുടെ ചക്ക ഇവിടെ ഇരിപ്പുണ്ട്. എങ്കിൽ പിന്നെ നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരു സംഭവം അങ്ങോട്ട് ഉണ്ടാക്കി കളയാന്ന്. ഇത് വേറൊന്നുമല്ല, ഇത് ഇഞ്ചി, വെളുത്തുള്ളി, സബോള, പച്ചമുളക്. അപ്പോൾ ഇത് രണ്ടും മാത്രമല്ല, നമ്മുടെ റവയും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു എങ്കിൽ പിന്നെ ചക്കപ്പഴം വെച്ചൊരു അടിപൊളി, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു ഐറ്റം ഉണ്ടാക്കി കളഞ്ഞാലോ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പരുവത്തിൽ അപ്പം ഞാൻ ചക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് സബോള ഇഞ്ചിയൊക്കെ വഴട്ടാം. എന്നിട്ട് അതിലേക്കാണ് ഈ ചക്ക ഇടേണ്ടത്. ഞാൻ കാണിച്ചു തരാം, വീഡിയോ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ സബോള പച്ചമുളകൊക്കെ ഇട്ട് കടുകൊക്കെ പൊട്ടിച്ചൊന്ന് വഴട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വഴട്ടി ഒന്ന് ചകലും വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ചക്കയും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. അതേപോലെ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പുകയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ലായിരിക്കും അല്ലേ. ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉപ്പുമാവ്. ഞാൻ ഇതുവരെ മൺചട്ടിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് കിടന്നങ്ങോട്ട് വഴലണം. അപ്പോൾ ഇത് വഴണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ഉപ്പുമാവിൻ്റെ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. നമ്മൾ ചക്ക ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതങ്ങോട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ല് അങ്ങോട്ട് വരും. മൺചട്ടിയിലായതുകൊണ്ട് പറയണ്ട, അടിപൊളി സ്മെല്ലായിരിക്കും. ഇതുവരെ നിങ്ങൾ യൂട്യൂബ് എവിടെ എടുത്ത് നോക്കിയാലും നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കില്ല ഇതുപോലെ ഒരു ഐറ്റം. നമ്മുടെ ചക്കപ്പുട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചക്ക ഉപ്പുമാവെന്ന് കേട്ടിട്ടില്ലല്ലോ. അതാണ്
ഞങ്ങൾ വെറൈറ്റി വീഡിയോസ് ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ. നമ്മളെല്ലാം വെറൈറ്റിയാണ്. സത്യമായിട്ടും ഒരു കാര്യം കൂടെ പറയാം, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റായിട്ട് ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. നല്ലതാണോ? വാവ്, ഇപ്പം തന്നെ ആ നല്ല സ്മെല്ല് വരുന്നുണ്ടേ. സഹിക്കാൻ പറ്റുന്നില്ല ആ സ്മെല്ല്. ആ ചക്ക വഴറ്റുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാലോ. ചക്കയൊക്കെ ഇങ്ങനെ എല്ലാവരും വഴട്ടിയൊക്കെ വെക്കുന്നതല്ലേ. ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് വരുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പിടി വിട്ടു പോകും. അത്ര സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഏതായാലും ഇത് നന്നായിട്ടൊന്ന് കിടന്നൊന്ന് വഴലട്ടെ. ഞാൻ ഇങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചെന്നും പറഞ്ഞ് ഇത് നന്നായിട്ട് വഴലാൻ പോകുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് കിടന്ന് ആ ചക്കയിലെ ആ ഒരു നീരൊക്കെ ഇറങ്ങി സെറ്റാകട്ടെ. അപ്പം നമ്മുടെ ചക്ക ഏകദേശം വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാമേ. തേങ്ങ ഇട്ടിട്ട് കുറച്ചുകൂടെ ഒന്ന് മൂക്കണേ. തേങ്ങ ഒന്ന് ആ ഒരു പച്ച മണമൊക്കെ, തേങ്ങയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഈ ചക്കയോടങ്ങ് ചേർന്ന് അങ്ങ് ഇച്ചിരി അങ്ങ് സെറ്റപ്പായി വരണം. അപ്പം നമുക്ക് ഇതും കുറച്ച് നേരം അങ്ങോട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം ഇരിക്കട്ടെ. നമുക്കെല്ലാം കൂടി ഒന്ന് വാരി കൂട്ടി ഒന്ന് പൊട്ടി വെച്ചേക്കാം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അല്ലെങ്കിൽ ചിന്നു ഉണ്ടാക്കുന്ന എല്ലാം സിമ്പിളാന്നേ. നിങ്ങൾക്കറിയില്ലേ ഞാൻ സിമ്പിളാന്ന്. പിന്നെ നമ്മൾ വെറൈറ്റിക്ക് ഈ ചട്ടി അങ്ങ് എടുത്തതേ ഉള്ളൂ. ചട്ടി എടുത്ത് അങ്ങ് വെറൈറ്റി ആയിട്ട് അങ്ങ് ഉണ്ടാക്കി ഒന്ന് നോക്കാമെന്ന് ഓർത്ത് ഞാൻ. ഇതുവരെ ഞാൻ ഉപ്പുമാവ് ചട്ടിയിലൊന്നും വെച്ചിട്ടില്ല. ഇതിപ്പം ചട്ടിയിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമുള്ള കാര്യവുമല്ല. വെറുതെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ, കാണുന്നവർക്കും ഒരു വെറൈറ്റി ഒക്കെ തോന്നണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇത് ചിന്നുവിൻ്റെ സ്പെഷ്യലാണ്, മറക്കരുത്. വേണമെങ്കിൽ ഇത് ചിന്നു സ്പെഷ്യൽ ഉപ്പുമാവ് എന്ന് നിങ്ങൾക്ക് ഇതിന് പേര് വിളിക്കാം. ചിന്നു സ്പെഷ്യൽ ഉപ്പുമാവ്. അങ്ങനെ ഏകദേശം നല്ല രീതിയിൽ തന്നെ വഴണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് നമ്മുടെ വെള്ളം ഉണ്ടല്ലോ, ഉപ്പുമാവിൽ ഒഴിക്കുന്ന വെള്ളം ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ ഈ ഉപ്പുമാവിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് അറിയത്തില്ല. അല്ല സോറി, എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഉപ്പുമാവിൽ എത്രമാത്രം വെള്ളം ഒഴിക്കണം, അതിൽ എത്രമാത്രം മാവിടണം എന്നൊക്കെ എനിക്കങ്ങനെ കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല. അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇതിലൊരു കാര്യം കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഒരു ലേശം ഞാൻ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പം എന്നും മഞ്ഞൾ പൊടി ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്ക ഉപ്പുമാവാണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ മഞ്ഞൾ പൊടി ഇടാതിരുന്നില്ല. ലേശം മഞ്ഞൾ പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അതിൻ്റെ കൂടെ ലേശം ഉപ്പുമാവാണെന്ന് ഓർത്ത് ഉപ്പിടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ ഉപ്പുമാവിൻ്റെ അതേ പ്രോസസ്സ് തന്നെ. ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുമ്പം നമുക്ക് റവ എടുത്ത് ഇങ്ങോട്ട് പടക്കെ നിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മറിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചക്കരവ ഉപ്പുമാവ് ഇവിടെ തയ്യാറാകും. ചിന്നു സ്പെഷ്യൽ ചക്കരവ ഉപ്പുമാവ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇത് ഇളക്കുന്നതൊക്കെ കാണാം. ഞാനപ്പോഴത്തേക്ക് ഇതൊന്ന് തിളയ്ക്കുന്നവരെ ഏതായാലും വെയിറ്റ് ചെയ്യണ്ടേ. അപ്പം ഞാൻ അടുത്ത പരിപാടിയിലേക്ക് പോകട്ടെ. അങ്ങനെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഉപ്പുമാവിൻ്റെ, ഈ സംഭവത്തിന് പറയുന്ന പേരെന്താ, ഉപ്പുമാവിൻ്റെ കൂട്ടല്ലേ. ഓക്കെ. അപ്പം നല്ല രീതിയിൽ തിളച്ച് വന്ന ഈ ഉപ്പുമാവിൻ്റെ കൂട്ടിലേക്ക് നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ദേ നമ്മുടെ സ്വന്തം റവ അങ്ങിട്ട് കൊടുക്കാം അല്ലേ. അപ്പം എന്താ ഞാൻ റവ ഇടാൻ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ പറ്റിയിട്ടുണ്ട്. കറണ്ട് പോയി, അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവ്, വെട്ടക്കുറവ് എന്തെങ്കിലും ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഒരു കൈ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ അയ്യോ തിളച്ച് നമ്മുടെ കയ്യിലൊക്കെ വീഴുന്നു. അപ്പം എന്തേ ഇത് നന്നായിട്ട് ഇച്ചിരി വെള്ളം ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട്. എത്ര വെള്ളം കൂടുതൽ ചേർത്താലും ഇതിൽ കിടന്ന് ഈ മൺചട്ടി ആയതുകൊണ്ടേ ഇതിൽ കിടന്ന് ഈ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റും കേട്ടോ. ആ ഉപ്പുമാവിൻ്റെ അതേ രീതിയിൽ തന്നെ കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു സംശയം കാണും, വെള്ളം കൂടി പോയോ ചിന്നു എന്നല്ലേ നിങ്ങളിപ്പോൾ ഓർക്കുന്നത്. ഒരിക്കലും വെള്ളം കൂടി പോയിട്ടില്ല. നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാമേ. ഓക്കെ. എന്നിട്ട് ഇതിനകത്ത് ഇതെല്ലാം ഒന്ന് കിടന്ന് നമുക്കൊന്ന് ഈ അറ്റത്തൊക്കെ കിടക്കുന്നത് ഇനി JCB വിളിക്കേണ്ട വരുമോ? നമുക്ക് JCB വിളിക്കേണ്ട കാര്യമില്ല. JCB നമ്മുടെ വീട്ടിലുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ വിളിക്കണ്ട. എങ്കിലും JCB ഒന്നും വേണ്ട, ഞാൻ മതി.
ഞാൻ മതിയല്ലോ, പിന്നെ എന്തിനാ JCB ഇതൊക്കെ മാന്തി ഇടാൻ. അപ്പോൾ ഏതായാലും ഇത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ചെറിയ തീയാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ആ ചെറിയ തീയിൽ കിടന്നിത് നന്നായിട്ട് അങ്ങ് വേകും. നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും ഞാൻ അടുത്ത ഈ ഒരു എന്താ പറയുക, ആ വെന്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു രൂപത്തിൽ കാണിക്കാം. ഏതായാലും കഴിച്ചും കാണിക്കാം കേട്ടോ. എല്ലാവരെയും കോതിപ്പിച്ചിട്ട് ഞാനിന്ന് സത്യം പറഞ്ഞാൽ പോകുന്നുള്ളൂ. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത, ചക്കയൊന്നും കിട്ടാത്ത വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യമായിട്ടും അവർക്കൊരു ഇച്ചിരി ഞാൻ മാറ്റി വെക്കും. ഇനിയിപ്പോൾ കൊതി കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഓടാൻ വയ്യ. ഓക്കെ, സെറ്റപ്പ് ആവട്ടെ. അപ്പം എന്തേ എൻ്റെ ചേട്ടായി നമ്മുടെ ഉപ്പുമാവ് ടേസ്റ്റ് ചെയ്ത് നോക്കി. എങ്ങനെയുണ്ട് ചേട്ടായി? സൂപ്പറാണോ? ഇച്ചിരി ഒച്ച പറഞ്ഞേ. അപ്പൊ ഇത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു റെസിപ്പി തന്നെ ആയിരിക്കും കേട്ടോ. ഇതുവരെ ആരും യൂട്യൂബിൽ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. ഞാനും കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ട് അതാ പറഞ്ഞ കറി വേണ്ട, കറിയും വേണ്ട, പഴവും വേണ്ട, ഒന്നും വേണ്ട, ലാഭമാണല്ലേ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.